നോൺ ഐ ടിക്കാരായ ഒരാൾക്ക് ഐ ടി കരിയറിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നോൺ ഐ ടിക്കാർക്ക് ഐ ടിയിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റോഡ് മാപ്പ്, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു വഴി എന്താണ്? നോൺ ഐ ടിയിൽ നിന്ന് ഐ ടിയിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ഒരു എൻ്റെ ഡിഗ്രി ഒരു ഞാനൊരു ബിടെക് എഞ്ചിനീയറോ അങ്ങനെ ആയിട്ടല്ല വന്നത്. പിന്നീട് ഞാൻ ഐ ടി റിലവൻ്റ് ആയിട്ടുള്ള ഡിഗ്രി എടുത്തു, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു, അതായത് MSc IT ആയിരുന്നു. പക്ഷെ എൻ്റെ ഒറിജിനലി എൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് BA ഹിസ്റ്ററിയാണ്. മാത്തമാറ്റിക്സ് അല്ല, സയൻസ് ഗ്രൂപ്പ് അല്ല. ഞാനൊരു ആർട്സ് സബ്ജക്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കത് ഈസി ആയിട്ട് സാധിക്കും. അത് അത്ര ഈസി ആയിരുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും അത് സാധിക്കും. അതാണ് ഫസ്റ്റത്തെ ഒരു പോയിന്റ്. പിന്നെ ഐ ടിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആദ്യമായി ഇനി ഐ ടിയിലുള്ള ആൾക്ക് ഒരു എഞ്ചിനീയർ, കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു എഞ്ചിനീയർ വരണം എന്നുണ്ടെങ്കിൽ, ഐ ടിയിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ പോലും അക്കാഡമിക്സിൽ നിന്ന് വിട്ട് അയാൾക്ക് കുറേ അധികം ഫൗണ്ടേഷണൽ നോളജ് ഇന്നത്തെ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് അറിയേണ്ട കാര്യം. കാരണം വളരെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ രണ്ട് കൂട്ടരും നോൺ ഐ ടിക്കാർ പ്രത്യേകിച്ചും ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് ആദ്യമായി വളരെ സമഗ്രമായിട്ടൊന്ന് മനസ്സിലാക്കും. കാരണം നമ്മളുടെ ലൈഫ് ഈ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പോകണം. നമ്മുടെ റെസ്റ്റ് ഓഫ് അവർ ലൈഫ് ഈസ് ഗോയിങ് ടു ബി ഇൻ ദിസ് ഇൻഡസ്ട്രി. അപ്പോൾ ആ ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ നന്നായി പഠിക്കണം. അത് പഠിക്കാൻ ആധികാരികമായിട്ട് പഠിക്കണം. ആധികാരികമായി പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാൻ കഴിവുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ പോകണം. അതിന് ഐ ടി ഇൻഡസ്ട്രിയിൽ നല്ല കമ്പനികളിൽ നല്ല പൊസിഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഒരാളോട് ചോദിച്ചപ്പോൾ അത് ഒരു സിംഗിൾ പെർസ്പെക്റ്റീവ് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു സെക്യൂരിറ്റി എഞ്ചിനീയറോട് ചോദിക്കാൻ കൂടുതൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടായിരിക്കും പറയാം. മാത്രമല്ല അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുള്ള കുറേ ഡ്രോബാക്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടാവും പറയാം. അപ്പോൾ അങ്ങനെയുള്ള പല ആൾക്കാരോട് സംസാരിച്ചൊരു അഭിപ്രായം രൂപീകരിക്കാം. അല്ലെങ്കിൽ ഈ ഐ ടിയുടെ കൺസൾട്ടൻസ് ഉണ്ട്, ഐ ടി കൺസൾട്ടൻസി നടത്തുന്ന, അതായത് കരിയർ കൺസൾട്ടൻസി നടത്തുന്ന പല ആൾക്കാർ, അത് ഐ ടിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള. വേറൊന്ന്, ഈ ഐ ടിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന, വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ പ്രൈമറി എയിം അവരുടെ കോഴ്സ് നിങ്ങൾക്ക് സെല് ചെയ്യാന്നുള്ളതായിരിക്കും. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ 2-3 സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടും. എട്രിച്ച് അക്കാഡമിയിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പ്രൈമറിലി ഒരു കൺസൾട്ടൻസി വിങ് ഉണ്ട്. അവരാണ് ഇപ്പോൾ ആദ്യമായിട്ടൊരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ, ഐ ടി ആയാലും നോൺ ഐ ടി ആയാലും, ഇപ്പോൾ വേറെ ഏത് മേഖലയിൽ നിന്ന് വരികയാണെങ്കിൽ, കരിയർ സ്വിച്ച് ചെയ്യാൻ ഉള്ളൊരു ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വരികയാണെങ്കിൽ അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്ത് ഒരു കരിയർ റോഡ് മാപ്പ്, അവരുടെ സിറ്റുവേഷൻസ് അനുസരിച്ച്, എല്ലാവരുടെയും സിറ്റുവേഷൻസ് വേറെ ആയിരിക്കും. ചില ആൾക്കാർക്ക് കുറച്ച് സമയമുണ്ടാകും, ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്നാണ്, അവരുടെ ബഡ്ജറ്റ് കുറവായിരിക്കും. അങ്ങനെ പല സിറ്റുവേഷൻസ്. ചില ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഐ ടിയിൽ തന്നെ വേറെ ഏതെങ്കിലും ഏരിയയിലാവും. അപ്പോൾ അവർക്ക് ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലേക്ക് വരണം. അപ്പോൾ ഇവർക്കൊക്കെ ഒരു കരിയർ റോഡ് മാപ്പ് ബിൽഡ് ചെയ്ത് കൊടുത്ത് അതിനുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന, അങ്ങനത്തെ ഇപ്പോൾ എട്രിച്ചിൽ തന്നെ വരണമെന്നില്ല, അങ്ങനെ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോയി ഈ കാര്യങ്ങൾ ഒന്ന് ഐഡിയ ഉണ്ടാക്കുകയാണ്, ഒരു ഗോൾ സെറ്റ് ചെയ്യണം നല്ലത്. അതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാവും, നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം. രണ്ടാമതായി ഈ ഇൻഡസ്ട്രിയിൽ ഐ ടി എന്ന് പറയുന്നത് വലിയൊരു അംബ്രല ടേമാണ്, അല്ലെങ്കിൽ വലിയൊരു വാസ്റ്റ് ഏരിയ ആണ്. അതിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഏരിയ ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്. ഹാർഡ്വെയറിൽ നെറ്റ്വർക്കിംഗ്, ക്ലൗഡ്, ഡെവോപ്സ് എന്നൊക്കെ പറഞ്ഞുള്ള പല സംഗതികളുണ്ട്. സെക്യൂരിറ്റി ഒരു ഏരിയ ആണ്. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇപ്പോൾ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ഇപ്പോൾ ജനറേറ്റീവ് AI ഒക്കെ പോലുള്ള കുറേ മേഖലകളുണ്ട്. ബ്ലോക്ക് ചെയിനൊക്കെ ഉണ്ട്. ഇതിൽ ഏത് ഏരിയയിലാണ് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പോകേണ്ടതെന്ന് ആദ്യം ഒരു പ്ലാൻ ഉണ്ടാകും. അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. ഈ എക്സ്പെർട്സിനോട് ചോദിക്കുകയും ചെയ്യാം. റിസർച്ച് ചെയ്യാനൊന്നും ഇപ്പോൾ ChatGPT ഒക്കെ പോലുള്ള ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട്, എനിക്ക് ഏതാണെന്ന് ഞാൻ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട്, എന്നിട്ട് അത് എവിടെ കിട്ടും, എവിടെയാണ് അതിനുള്ള ബെസ്റ്റ് ട്രെയിനിങ് കിട്ടുക എന്നുള്ളത്, ആ ട്രെയിനിങ് നമ്മൾ നേടണം. പലപ്പോഴും അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു റെസ്റ്റ് ഓഫ് അവർ ലൈഫ് സ്പെൻഡ് ചെയ്യേണ്ട, ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കേണ്ട, ഒരുപാട് ഏൺ ചെയ്യേണ്ട, സക്സസ്ഫുള്ളായി നമുക്ക് ഇപ്പോൾ നമ്മുടെ ലൈഫ് ആംബിഷൻസ് ഒക്കെ അച്ചീവ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല പ്രൊവൈഡറുടെ അടുത്ത് പോയിട്ട് നമ്മൾ പഠിക്കുക. പിന്നീട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കമ്പനിയിൽ കയറാം. ഇത് കഴിഞ്ഞതിന് ശേഷം പ്ലേസ്ഡ് ആവുക. ഇപ്പോൾ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ മറ്റുള്ളതും പോയി കയറണം നിർബന്ധമൊന്നുമില്ല. ഒരു സ്റ്റാർട്ടപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഒരു മിഡ് ലെവൽ കമ്പനി ആയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചെന്ന് കയറുന്ന റോൾ നല്ലൊരു പ്രൊജക്റ്റിൽ, നല്ല റോളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടും. അവിടെ നിന്നുള്ള എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് അടുത്ത കമ്പനിയിൽ പോകാം. അങ്ങനെ കരിയർ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്.
അപ്പോൾ ആക്ച്വലി കമ്പനിയേക്കാൾ കൂടുതലായി കരിയർ ഗ്രോത്തിന്, അതായത് എപ്പോഴും അടുത്തൊരു 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്ന ഒരു ഏരിയ നമ്മൾ പിക്ക് ചെയ്തിട്ട് അതിന് വേണ്ട ടെക്നോളജി സ്റ്റാക്കൊക്കെ പിക്ക് ചെയ്തിട്ട് ആ രീതിയിലാണ് പോകാൻ. അതാണ് എൻ്റെ ഒരു സജഷൻ.